ഗീതാമൃതം. ഭഗവാൻ പറയുന്നു, വൃഷ്ണികളിൽ വെച്ച് ഞാൻ വസുദേവരാണ്, ഇനി പാണ്ഡവരിൽ ഞാൻ അർജുനാണ്, ഇനി ഋഷിമാരിൽ മുനിമാരെന്ന് പറഞ്ഞാൽ ഒരുപാട് ചിന്തിക്കുന്ന വ്യക്തികളിൽ ഞാൻ വ്യാസനാണെന്ന് പറയുന്നു. ഇനി കവികളിൽ ഉഷനൻ ഞാനാണ്. ഉഷൻ എന്ന് പറഞ്ഞാൽ ശുക്രാചാര്യൻ. കവി എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഈ കവിത എഴുതുന്നവരെ അല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരുപാട് ചിന്തിക്കാൻ കഴിവുള്ള വ്യക്തികൾ, കുതന്ത്രങ്ങൾ പ്ലാൻ ചെയ്യാൻ, കുതന്ത്രങ്ങളൊക്കെ ആസൂത്രണം ചെയ്യാനുള്ള കഴിവുള്ള വ്യക്തികൾ. അത് ശുക്രാചാര്യൻ ഏറ്റവും വലിയ മിടുക്കനാണ്. അന്നേരം അങ്ങനെയുള്ള വളരെ പ്ലാൻ ചെയ്യുന്നവരിൽ വെച്ച് ഞാൻ ശുക്രാചാര്യനാണ്. ശുക്രാചാര്യയെ പോലെ പ്ലാൻ ചെയ്യാൻ വേറെ ആർക്കും പറ്റത്തില്ല. ശകുനി ഒന്നുമല്ല ശുക്രാചാര്യരുടെ മുമ്പിൽ. ആരെങ്കിലും നിയമവിരുദ്ധമായിട്ട് ചെയ്യുമ്പോൾ നിയമവിരുദ്ധമായിട്ട് നിൽക്കുന്നവരെ അവർക്ക് കൊടുക്കുന്ന ശിക്ഷ ഞാനാണെന്ന് ഭഗവാൻ പറയുന്നു. ശുക്രാചാര്യർ അസുരഗുരു അല്ലേ? അസുരഗുരുവാണ്. പക്ഷെ ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന ചിന്ത ഗൂഢമായിട്ട് ചിന്തിക്കാനും അതായത് നമ്മളിങ്ങനെ ചെസ്സിൽ ഇങ്ങനെ ചെക്ക് ഇടുന്ന രീതിയിൽ മുന്നിലുള്ള ആളിനെ ബ്ലോക്ക് ചെയ്യാൻ അത്രത്തോളം കഴിവുള്ള ആ ഒരു കഴിവ് പോലും ഭഗവാന്റെ ശക്തി കൊണ്ടാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇനി നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരെ ശിക്ഷിക്കുന്ന ശിക്ഷ ഭഗവാനാണെന്ന് പറയുന്നു. ഇനി ആരാണോ ജയം ആഗ്രഹിക്കുന്നത് അവരിൽ അമരത്വം ഞാനാണെന്ന് ഭഗവാൻ പറയുന്നു. ഇനി രഹസ്യങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ രഹസ്യങ്ങളുടെ ഇടയിൽ ശാന്തത അല്ലെങ്കിൽ നിശബ്ദത ഞാനാണ് പറഞ്ഞു. ഇപ്പോൾ ഒരു രഹസ്യമുണ്ടെങ്കിൽ ആ രഹസ്യമായിട്ടിരിക്കണമെങ്കിൽ എന്താണ്? മിണ്ടാതിരിക്കുക. ആ മിണ്ടാതിരിക്കാൻ പറ്റണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം വേണം. പൊതുവെ പറയാറുണ്ട്, അമ്മമാരോട് ഒരു രഹസ്യം പറയരുതെന്ന്, അല്ലേ? ഏതെങ്കിലും ഒരു രഹസ്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇല്ല ഞാൻ ആരോടും പറയത്തില്ല കേട്ടോ, സത്യമായിട്ടും പറയത്തില്ല. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരാളെ ഫോൺ ചെയ്തിട്ട്, സുഖമാണോ അവിടെ? സുഖമാണ്. ഇതാരോടും പറയരുത് കേട്ടോ, ഞാൻ പറഞ്ഞ കാര്യമാണ്, ആരോടും പറയരുത് കേട്ടോ, ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. ഇല്ല ഞാൻ ആരോടും പറയത്തില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ രഹസ്യം അധികം താമസിക്കാതെ തന്നെ വാട്സപ്പിൽ സർക്കുലേറ്റ് ചെയ്ത് വലിയൊരു പരസ്യമായിട്ട് മാറും. അന്നേരം രഹസ്യമായിട്ടിരിക്കണമെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം വേണം. അത് മിണ്ടാതിരിക്കാനുള്ള ഒരു കഴിവ് വേണമെങ്കിൽ. ഇനി ജ്ഞാനവതാമഹം ഇനി ജ്ഞാനവതാമഹം, ജ്ഞാനത്തിൽ വെച്ച് ജ്ഞാനത്തെ മനസ്സിലാക്കിയവർ. അതായത് ജ്ഞാനമുണ്ടായിട്ട് കാര്യമില്ല, അറിവല്ല വേണ്ടുന്നത്, തിരിച്ചറിവ്. അറിവുണ്ടെങ്കിലേ തിരിച്ചറിവ് വരും, അത് വേറെ കാര്യം. അറിവുണ്ട് പക്ഷെ തിരിച്ചറിവില്ല. അന്നേരം അറിവുണ്ടായിട്ട് ഒരു വ്യക്തിയിൽ തിരിച്ചറിവുണ്ടെങ്കിൽ അതിനും ഭഗവാന്റെ അനുഗ്രഹം വേണം. ഒരു വ്യക്തിക്ക് ജ്ഞാനമുണ്ടായിട്ട് ആ ജ്ഞാനം ഉപയോഗിക്കാനുള്ള കഴിവ് വേണമെങ്കിൽ അതിനും ഗുരുവായൂരപ്പൻ വേണം. നാരായണ, എന്താ പറയേണ്ടതല്ലേ? അർജുന, ഇതിൽ കൂടുതൽ ഞാൻ എന്താ പറയേണ്ടത്? ഈ പ്രപഞ്ചത്തിന്റെ എല്ലാത്തിൻ്റെയും ബീജം ഞാനാണ് അർജുന. ചലിക്കുന്നതോ ചലിക്കാത്തതുമായിട്ടുള്ള ഒരു വസ്തുവകകളും ഞാൻ ഇല്ലാതെ നടക്കത്തില്ല. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം നിലനിൽക്കുന്നത് എന്നിലൂടെയാണ്. ഇനി പറയുന്നു, നാ അന്തോ അസ്തി മാം ദിവ്യാനാം വിഭൂതിനാം പരന്തവ യേഷ തുടാശ്രിത പ്രോക്തോ വിഭൂതിർ വിസ്തരോമയ. അർജുന, എൻ്റെ ഈ വിസ്തരണങ്ങൾക്ക് ഒരു അന്ത്യമില്ല അർജുന. ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം ഒരു ചെറിയ സാമ്പിൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ എൻ്റെ വിഭൂതികൾ ഒരിക്കലും വിസ്തരിച്ച് പറയാൻ കഴിയില്ല. അത്രത്തോളം വ്യാപിച്ചിരിക്കുകയാണ് എൻ്റെ ശക്തികൾ എന്ന് പറയുന്നത്. അത് ചുരുക്കത്തിൽ പറഞ്ഞ എല്ലാം കൃഷ്ണനാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ചുരുക്കത്തിൽ അർജുന ഞാൻ പറയുകയാണെങ്കിൽ, ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും സർവശക്തമായിട്ട് നീ എന്തൊക്കെ കാണുന്നോ
അത് എൻ്റെ ഒരു ചെറിയ ഒരു സാന്നിധ്യം കുറഞ്ഞതെങ്കിലും അതിനകത്ത് കാണും. ഏറ്റവും മനോഹരമായിട്ട് നീ എന്ത് കാഴ്ചകൾ കാണുന്നോ അതിൽ എൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരിക്കും. ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും അത്ഭുതകരമായിട്ട് ഏതൊക്കെ സൃഷ്ടി നീ കാണുന്നുവോ അതിലെല്ലാം എൻ്റെ സാന്നിധ്യം ചെറിയൊരു അംശമെങ്കിലും കാണും എന്നുറപ്പാണ്. ഇല്ലെങ്കിൽ അതൊന്നും നിലനിൽക്കത്തില്ല. പക്ഷെ അർജുന, ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിസ്തരിച്ച് എന്ത് പറയാനാണ്? ഞാൻ എൻ്റെ വെറും ഒരു ചെറിയ അംശം കൊണ്ടാണ് ഞാൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഏകാംശേന സ്ഥിതോ ജഗത്, എൻ്റെ വെറും ഒരു അംശം കൊണ്ടാണ് ഞാൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിലനിർത്തുന്നതെന്ന് പറയും. ഈ അംശം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്ന് ബലരാമൻ വരുന്നു, ബലരാമസ്വാമി വരുന്നു, ബലരാമസ്വാമിയിൽ നിന്ന് പ്രദ്യുമ്ന അനിരുദ്ധ വാസുദേവ സംഘർഷണൻ, സംഘർഷനിൽ നിന്ന് നാരായണൻ വരുന്നു, നാരായണനിൽ നിന്ന് പ്രദ്യുമ്ന അനിരുദ്ധ വാസുദേവ സംഘർഷണൻ, എന്നിട്ട് ഈ സംഘർഷണെ മഹാസംഘർഷണം എന്ന് പറയും. ആ മഹാസംഘർഷനിൽ നിന്നാണ് കാരണോദകശായ വിഷ്ണു വരുന്നത്. കാരണോദകശായ വിഷ്ണുവിൽ നിന്ന് ഗർഭോദകശായ വിഷ്ണു വരുന്നു, ഗർഭോദകശായ വിഷ്ണുവിൽ നിന്ന് ക്ഷീരോദകശായ വിഷ്ണു വരുന്നത്. ഈ ഓരോ ഗർഭോദകശായ വിഷ്ണുവാണ് ഓരോ ബ്രഹ്മാണ്ടത്തിൻ്റെ ആധാരം. എന്നിട്ട് ക്ഷീരോദകശായ വിഷ്ണുവാണ് ഇതിൻ്റെ പരിപാലനമൊക്കെ ചെയ്യുന്നത്. ഭഗവാൻ പറയുന്നത് എൻ്റെ വെറും ഒരു അംശം കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നിലനിർത്തുന്നത്. അന്നേരം പരമാത്മാവ് എന്ന് പറയുന്നത് ഭഗവാന്റെ ചെറിയൊരു അംശമാണ്. ഏകാംശേന സ്ഥിതോ ജഗത്, ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിലനിർത്തുന്നത് എൻ്റെ വെറും ഒരു ചെറിയൊരു അംശം കൊണ്ടാണ്. അതാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ. ഹരേ കൃഷ്ണ. അങ്ങനെ അടിപൊളിയായിട്ട് നമ്മുടെ 10ാമത്തെ അധ്യായം കഴിഞ്ഞിരിക്കുകയാണ്.